വന്ന് പറ്റിയിട്ടില്ല തോന്നുന്നു. രാജസ്ഥാനിലെത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ രാജസ്ഥാനിലെത്തിയപ്പോ ചെറിയൊരു ഒട്ടകക്കുട്ടി. ഇത് നിങ്ങള് ഹായ് എന്നെ കണ്ട് പായല്ലേ അവിടെ നിക്കേ. ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. അതിന്റെ അടിയിൽ നമ്മള് വന്ന് പറ്റിയിട്ടില്ല തോന്നുന്നു. ചെറിയ കുട്ടി ഇത് ഇന്നെ കാണുന്നോടെ പായാണ്. ഇതിന്റെ താടിയും മീശയൊക്കെ കണ്ടാണ്ടേ പേടിച്ചിട്ടുണ്ട് സംഗതിയില്. ഞാൻ ഒന്നും കാട്ടില്ല നിൽക്കാ. ഒട്ടകക്കുട്ടി അല്ല ഒട്ടക. നമ്മള് ഈ വീടിന്റെ മുന്നിൽ നിർത്തിയപ്പോ തന്നെ ബായ് പറഞ്ഞു വീട്ടിലേക്ക് ക്ഷണിച്ചു കേട്ടോ. അതിന് വലിയ സന്തോഷം. കാരണം നമ്മള് ഏതെങ്കിലും നാട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഇങ്ങനെ ഒരു അനുഭവം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ നമ്മളെ ചെറിയ ഒട്ടകക്കുട്ടീനെ ശരിക്ക് ചില സ്ഥലങ്ങളിലൊന്നും ചിലപ്പോ നമ്മൾ അടുക്കാൻ അയക്കലില്ല. അപ്പൊ മൂപ്പരെന്താ പറഞ്ഞു വെച്ചാ നിങ്ങള് വന്നോളി, ധൈര്യമായിട്ട് വന്നോളി, നമുക്ക് കാണാനാ പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. പൊക്കി ഗൈസ് പൊക്കി വണ്ടിന്റെ കൂളിംഗ് സ്റ്റിക്കർ, അതേപോലെ നമ്മളെ സൈഡ് സ്റ്റിക്കറൊക്കെ പണിയേക്കണേ. ഇനി രാജസ്ഥാനിൽ വന്നിട്ട് ഇനി മരുഭൂമി കണ്ടില്ല എന്ന് പറയരുത് ആരും. മരുഭൂമി കണ്ടോളി മക്കളെ. എന്താ വെച്ചാൽ ഈ സമയത്തൊക്കെ കാറ്റടിച്ചിട്ട് റോട്ടിക്ക് മുഴുവൻ ഇങ്ങനെ മണൽ വന്നുകൊണ്ടിരിക്കുക. അത് കണ്ടങ്ങൾ മണൽ ഒന്നായിട്ട് റോട്ടിക്ക് അടിച്ച്, അതായത് മണൽക്കാറ്റാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. സംഗതി നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിവിടെ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. നമ്മളിപ്പോൾ ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ജയ്സൽമീറിലാട്ടോ. അതായത് ഈ ഒട്ടക സവാരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വരുന്ന ഏരിയകളാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ എന്താ വെച്ചാൽ നല്ല രസമായിട്ടുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഓരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സംഭവം ഭയങ്കര രസമായിട്ട് ചില സ്ഥലങ്ങളിൽ. രാജസ്ഥാൻ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ് മക്കളെ രാജസ്ഥാന്. പൊരിഞ്ചൂട് പറഞ്ഞപ്പോ പൊരിഞ്ചൂട്. രാജസ്ഥാനിലേ അടാറ് ചൂട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. ഇങ്ങനത്തെ ഒരു സ്പോട്ട് കിട്ടി. ആ സ്പോട്ടിനുള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഈ അളിയൻ. ഉണങ്ങിയ അളിയൻ കത്തിച്ചല്ലേ പിന്നടാ. കറിയായോ? കറിയായില്ലേ? വെന്തിട്ടില്ല? ചോറായിട്ടോ? ചോറായി. കറി ഏകദേശം സെറ്റായി എന്നാ പറഞ്ഞാ. മീ ആയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ രണ്ടെണ്ണം തിറങ്ങാണ്ടില്ലേ. കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കാണ്. ചോറയക്കണ മക്കളെ, ചോറയക്കണേ. മുനീറൊക്കെ കമ്പത്തിൽ നിൽക്കാണ്. എത്ര കുഞ്ഞാനാജ് ചോറ് തിന്നതിന് മുമ്പ് എന്റെ വെള്ളം അറിഞ്ഞോ? പൊള്ളുന്ന രാജസ്ഥാനിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കണം. പോയിന്റെ പഞ്ഞീനോ ലിവറല്ലേ? പോയിക്ക് വരെ പഞ്ഞി ഉണ്ടാക്കിയവരാണ് കുഞ്ഞാന്. എന്തേക്ക് മുനിറാജ് കേട്ടോ? പോയിക്ക് പഞ്ഞീന് അത് തിന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതാണ്. എനിക്കറിയാം. തിന്നട്ടോ മിമനും തിന്നണേ. ഞാൻ നല്ലോണം തിന്നു. മൂക്കറ്റ് തിന്നു.